ബൈസിക്കിൾ തീവ്സ് എനിക്ക് ഫസ്റ്റ് നറേഷനിൽ തന്നെ എന്റെ കിളി പോയൊരു സബ്ജക്റ്റ് ആയിരുന്നു. കാര്യം ട്വിസ്റ്റുള്ള ഭയങ്കര രസമുള്ള ഒരു നറേഷനുമായിരുന്നു ബൈസിക്കിൾ തീവ്സിന്. പക്ഷെ സൺഡേ ഹോളിഡേ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. സൺഡേ ഹോളിഡേ ഞാൻ കംപ്ലീറ്റ്ലി ജിസിനെ ഡിപ്പെൻഡ് ചെയ്ത് ബ്ലൈൻഡ് ആയിട്ട് ചെയ്തൊരു പടമായിരുന്നു. എന്റെ മനസ്സിൽ അത്രയും നന്മയൊന്നും ഇല്ലായിരുന്നു എനിക്കത് ജഡ്ജ് ചെയ്യാനുള്ളത്. അപ്പം അങ്ങനെ സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് അന്ന് ഇതുപോലെയുള്ള ബ്ലൈൻഡ് ഗോൾസ് കുറെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം കുറെ കൂടെ എനിക്ക് ഈ പറയല്ലോ എക്സൈറ്റ്മെന്റ് ഒന്ന് ഒരു നല്ല കഥ കേട്ട് കഴിഞ്ഞാൽ അതിന്റെ എക്സൈറ്റ്മെന്റ് ഒന്നും കൂടെ താന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ആലോചിക്കും. അപ്പോഴും ആ എക്സൈറ്റ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് എഗെയിൻ ഞാൻ ആ സിനിമയെ പറ്റി മുന്നോട്ട് പോകുന്നതിനെ പറ്റി ചിന്തിക്കുള്ളൂ. അപ്പം ഇതെല്ലാം അത്തരത്തിൽ വന്ന സിനിമകളാണ്. ഇതും ഒരു ദിവസം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്ന് ജോഫിൻ വന്ന് എൻ്റെ റൂമിലിരുന്ന് ഞങ്ങൾ കുറേ നേരം പല സിനിമകളെ പറ്റിയും ചർച്ച ചെയ്ത് കഴിഞ്ഞ് നമ്മളൊന്ന് കാം ഡൗൺ ആയി കഴിഞ്ഞിട്ടാണ് ഇത് പറഞ്ഞു തുടങ്ങുന്നത്. ഇത് പറഞ്ഞു തുടങ്ങി ഇതിൻ്റെ ഒരു 20th മിനിറ്റ് മുതലൊക്കെ ഇതിന്റെ സ്വഭാവം മാറാൻ തുടങ്ങി. ഇതിന്റെ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതും ഈ പറയുന്ന ഒരു ഹിസ്റ്ററി ആ പാട്ടിലേക്ക് എത്തുന്നതും ഒക്കെ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തന്നു. പിന്നെ എഗെയിൻ ഈ സിനിമ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ജോഫിന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ അതും ഭയങ്കര ഒരു പുതിയ കാര്യമായിട്ട് എനിക്ക് തോന്നി.